നമസ്കാരം. 41ഓളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ട്രംപ് ഭരണകൂടം. ഔദ്യോഗിക മെമ്മോ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു താൽക്കാലിക പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അംഗീകരിച്ചാൽ ഇത് ഔദ്യോഗികമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. യാത്രാ നിരോധനത്തിന് വിധേയമാകുന്ന 41 രാജ്യങ്ങളെ 3 വിഭാഗങ്ങളിലായി തിരിച്ചാണ് മെമ്മോ പട്ടിക പുറത്തെത്തിയിട്ടുള്ളത്. പൂർണ്ണ വിസ സസ്പെൻഷൻ, വിനോദസഞ്ചാരികളെയും വിദ്യാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ബാധിക്കുന്ന ഭാഗിക വിസ സസ്പെൻഷൻ, ചില പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ ഭാഗിക വിസ സസ്പെൻഷൻ എന്നിങ്ങനെയാണ് 3 പട്ടിക. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ മ്യാൻമർ, ഭൂട്ടാൻ, പാകിസ്ഥാൻ എന്നിവയും യാത്രാ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, നോർത്ത് കൊറിയ, സൊമാലിയ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് പൂർണ്ണ വിസ സസ്പെൻഷൻ ഉണ്ടാവുക. ഇത് പ്രകാരം ഇവർക്ക് അമേരിക്കയിലേക്ക് കടക്കാൻ സാധിക്കില്ല. എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമർ, ദക്ഷിണ സുഡാൻ എന്നിവയാണ് ഭാഗികമായ വിസ സസ്പെൻഷൻ നേരിടുക. അമേരിക്ക ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ 60 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ അങ്കോള, ആന്റിഗ്വ ആൻഡ് ബർബുഡ, ബെലാറസ്, ബെനിൻ, ഭൂട്ടാൻ, ബുർക്കിന ഫാസോ, കാബോ വെർഡെ, കംബോഡിയ, കാമറൂൺ, ചാഡ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കും ഭാഗികമായ വിസ സസ്പെൻഷൻ നേരിടേണ്ടി വരും. തന്റെ ആദ്യ ഭരണകാലത്ത് ഡൊണാൾഡ് ട്രംപ് 7 ഇസ്ലാമിക രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ബൈഡൻ ഭരണകൂടം ഈ വിലക്ക് എടുത്തു കളയുകയാണ് ചെയ്തത്. നിലവിൽ 41ഓളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം. 10 രാജ്യങ്ങളാണ് ആദ്യ പട്ടികയിലുള്ളത്. ഇവർക്ക് വിസ അനുവദിക്കുന്നതിൽ ഭാഗിക നിയന്ത്രണമാണ് ഉണ്ടാവുക. ടൂറിസ്റ്റ്, സ്റ്റുഡന്റ്, കുടിയേറ്റ വിസകൾ അനുവദിക്കുന്നതിനാണ് നിയന്ത്രണം. 26 രാജ്യങ്ങളാണ് 3ാമത്തെ വിഭാഗത്തിൽ. പാകിസ്ഥാനും ഭൂട്ടാനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ വിസ റദ്ദാക്കുന്ന രാജ്യങ്ങൾ അങ്കോള, ആന്റിഗ്വ ആൻഡ് ബർബുഡ, ബെലാറസ്, ബെനിൻ, ഭൂട്ടാൻ, ബർക്കിന ഫാസോ, കാബോ വെർഡെ, കംബോഡിയ, കാമറൂൺ, ചാഡ്, കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാംബിയ, ലൈബീരിയ, മലാവി, മൗറിറ്റീനിയ, പാകിസ്ഥാൻ, സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, സെന്റ് ലൂക്ക, സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ, സിയറ ലിയോൺ, ഈസ്റ്റ് തിമോർ, തുർക്ക്മെനിസ്ഥാൻ, വനവാട്ടു എന്നിവയാണ്. 60 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിസ ഭാഗികമായും റദ്ദാക്കും. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. പട്ടികയിൽ മാറ്റമുണ്ടാവുമെന്നും നിലവിലെ നിർദ്ദേശത്തിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജ്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്.